ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു ചെറുപയറിൻ്റെ ദോശ ഉണ്ടാക്കിയാലോ. ചെറുപയർ ഒരു 1.5 മണിക്കൂർ കുതിർത്ത ശേഷം ഈ പരുവത്തിൽ കിട്ടും. ഞെക്കി നോക്കി കഴിഞ്ഞാൽ കണ്ടോ, മുറിഞ്ഞു പോകുന്ന പരുവത്തിൽ കിട്ടും. ഇത് അരയ്ക്കാൻ പാകത്തിനുള്ള പരുവാണ്. നമുക്കിത് അരച്ചെടുക്കാം. തൊട്ട് മുന്നേ ഇപ്പോൾ അരി ഉഴുന്ന് അരച്ചേ ഉള്ളേ. അപ്പോൾ ആ ജാറ് ഞാൻ പറഞ്ഞ് കഴുകണ്ട, ഉഴുന്ന് അരച്ചതല്ലേ ഉള്ളൂ, കഴുകണ്ട, നമുക്കതിലേക്ക് തന്നെ പയർ അരയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കഴുകാത്ത ജാർ എന്തിനാണ് എടുത്തത് നിങ്ങൾ ചോദിക്കുന്നതിന് ഒരു എക്സ്പ്ലനേഷൻ തന്നാണ് പോവേ. അപ്പോൾ ഇതിനകത്ത് വേറെ ഉഴുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ ആ ജാർ എടുത്തതേ ഉള്ളേ. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ചെറുപയർ മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറുപയർ കുതിർത്തത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ഈ പരുവത്തിലായിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് അടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 2 ആൾക്കുള്ള, എനിക്കും അമ്മയ്ക്കും ഒരു 4 ദോശയുണ്ട്. ഞങ്ങളുടെ കാര്യം കുശാലായി. അപ്പം ചെറുപയർ അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ രുചിക്കനുസരിച്ചുള്ള ഉപ്പ്. ഞാനിവിടെ പിങ്ക് സാൾട്ടാണ് വീട്ടിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ പിങ്ക് സാൾട്ടിന് കുറച്ച് ഉപ്പ് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അത് സാധാരണ ഉപ്പിനേക്കാളും കുറച്ച് ഉപ്പിൻ്റെ അളവ്, ഈ രുചി കൂടുതലാണ് പിങ്ക് സാൾട്ടിന്. അപ്പോൾ അത് നോക്കിയും കണ്ടും വേണം ചേർക്കാനായിട്ട്. കുറച്ച് ചേർത്താൽ മതി. അത് ചേർത്ത് ഹിമാലയൻ സാൾട്ട് എന്ന് പറയത്തില്ലേ, അത് തന്നെ സാധനം പിങ്ക് സാൾട്ട്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ചൂട് കറിയിലേക്ക് കോരിയൊഴിക്കാം. വീട്ടിൽ സാധാരണ ദോശക്കല്ലിലാണ് ചുടുന്നത്. അടുപ്പത്താണ് അമ്മ ചുടുന്നത്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഗ്യാസ് സ്റ്റൗവിന് മുകളിൽ കൊണ്ട് ദോശക്കല്ല് വെച്ചതാണ്. ദോശക്കല്ല് ഗ്യാസ് സ്റ്റൗവിൽ അമ്മ വയ്ക്കാറില്ല. അങ്ങനെ കഴിവതും ദോശക്കല്ല് അടുപ്പിലാണ് ചെയ്യാറുള്ളത്. നമ്മളുടെ വീഡിയോ പിടിക്കാനുള്ള സൗകര്യം എടുത്താൽ അമ്മ അത് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് തന്നു. ഇത് ഒത്തിരി വലുപ്പത്തിൽ ഉണ്ടാക്കാനും പാടില്ല. കാര്യം ഇതിന് പശപ്പൊന്നുമില്ലല്ലോ, ഉഴുന്ന് പോലത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വിട്ടുപോകും. അതുകൊണ്ട് തന്നെ ഒത്തിരി വലുപ്പം കൂട്ടരുത്. എന്നാലൊരു മീഡിയം വലുപ്പത്തിൽ കനം കുറച്ച് നമുക്ക് ചെയ്യാം. ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യലാണ്. എല്ലാത്തിനും ഞങ്ങൾക്ക് അറിവ് അല്പം നെയ്യുടെ അംശം. അല്ല, ഇത്ര വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ, എല്ലാത്തിനും ഉപ്പുമാവിനകത്തും ദോശയിലൊക്കെ നെയ്യുടെ അംശം ഞങ്ങൾക്ക് കുറച്ച് വേണം. ഈ നെയ്യൊക്കെ ചേർത്ത് നല്ല മൊരിച്ചിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതൊക്കെ ആവശ്യമുള്ളതാണ്. നെയ്യും ചെറുപയറിൻ്റെ പ്രോട്ടീനൊക്കെ ബോഡിക്ക് ആവശ്യമുള്ളതാണ്. അതൊക്കെ കഴിക്കണം നമ്മൾ. അല്ലാണ്ട് വെറുതെ സൺഫ്ലവർ ഓയിലും പാം ഓയിലൊന്നും അല്ല ചേർക്കണ്ടേ. നെയ്യൊക്കെ ആവശ്യത്തിലധികം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും മൂത്തിട്ടുള്ള ആദ്യത്തെ ദോശ. എല്ലാത്തിലും ആദ്യത്തെ ദോശ ഒന്ന് പാളിപ്പോകും, അറിയാമല്ലോ. ഇവിടെ ഒന്ന് പാളി പോട്ടെ, കുഴപ്പമില്ല. അമ്മ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മൊരിച്ച് എടുക്കാം. അടുത്തൊരു ദോശ കൂടെ കഴിക്കാം. ഒഴിച്ചു, ജസ്റ്റ് വട്ടത്തിൽ ചുറ്റിയെടുത്തു. അതും പഴയതുപോലെ തന്നെ നമുക്ക് നെയ്യ് ഒഴിച്ച് മൊരിച്ച് എടുക്കാം. ഇതേതിലും പാളിപ്പോകത്തില്ല എന്ന് വിചാരിക്കുന്നു. ദോശയുടെ കാര്യമാണേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ അമ്മയ്ക്കുള്ള 2 എണ്ണമായി. ഇനി എനിക്കുള്ള 2 കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പണി നിർത്താം. നല്ല ഒന്നാമത്തെ പുതിന ചട്നി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതിന് വട്ടം കൂട്ടിയാലും ശരിയായിട്ടില്ല. അല്ലെന്നേ വരാൻ പാടില്ല. ഇനി മറ്റേ ഇതിനകത്ത് നോൺ സ്റ്റിക്കിലും ഉണ്ടാക്കിയ പാടായിരിക്കും ഇത്, അറിയോ? അത് നെയ്യ് ഇറക്കില്ലേ നോൺ സ്റ്റിക്കിനകത്ത്. അപ്പോൾ അമ്മയുടെ എക്സ്പ്ലനേഷൻ കൂടി കേട്ടല്ലോ. ഓക്കെ ആയല്ലേ? അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി ചെറുപയറിൻ്റെ ദോശ ഉണ്ടാക്കി കഴിക്കുക. നല്ല പുതിന ചട്നിയോ മല്ലിയില ചട്നിയോ ഒന്നുമില്ലെങ്കിലും തേങ്ങ ചട്നി കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. ഈ കാർബ് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കൊക്കെ ചെറുപയറിൻ്റെ ദോശ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചെറുപയർ ഒരു പിടി ചെറുപയറിൻ്റെ കാര്യമില്ലേ ഉള്ളൂ. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ.